അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സുറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത് ഹുവ അയ്യക്കൂനൽ ഇൻസാനു മുഅ്രിളൻ അമ്മാ സിവല്ലാ. അള്ളാഹു അല്ലാത്ത എല്ലാത്തിനെ തൊട്ടും ഒരു മനുഷ്യൻ തൻ്റെ ഹൃദയത്തെ തിരിച്ചു കളയലാണെന്ന. അതെങ്ങനെ തിരിക്കുക? മുഖ്ബിലം ബി കുല്ലിയത്തി ഖൽബിഹി വ ഫിക്രിഹി വ ദിക്രിഹി അലല്ലാ. എല്ലാ നിലയിലും ഹൃദയം കൊണ്ടും ചിന്തകളെ കൊണ്ടും സ്മരണകളെ കൊണ്ടും അള്ളാഹുവിലേക്ക് പരിപൂർണമായി മുന്നിടുക എന്നുള്ളതാണ് സുറാത്തുൽ മുസ്തഖീമിൻ്റെ താല്പര്യം. എന്നാൽ ഈ രൂപത്തിൽ അള്ളാഹുവിലേക്ക് മുന്നിടുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് താനും. എന്ന് വെച്ചാൽ ഈ പറഞ്ഞത് ഹൃദയത്തിൽ അള്ളാഹു അല്ലാത്ത യാതൊന്നും ഇല്ലാതിരിക്കുക എന്നാണ്. ഹൃദയത്തിൽ അള്ളാഹു അല്ലാത്ത യാതൊന്നും ഇല്ലാതിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ പല കാര്യങ്ങളും ഉണ്ട്. ഒരുപാട് രൂപങ്ങൾ, നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മൾ സ്നേഹിക്കുന്നവർ, നമുക്ക് വെറുപ്പുള്ളവർ, എല്ലാവരുടെയും രൂപങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്തുണ്ട്. നമ്മുടെ ഹൃദയം എപ്പോഴും മറ്റ് കാര്യങ്ങളുമായിട്ട് വ്യാപൃതമാണ്. അപ്പോൾ പിന്നെ ഈ ഹൃദയം എങ്ങനെ അള്ളാഹുവിലേക്ക് മാത്രമായിട്ട് തിരിയുക എന്നുള്ളതാണ് വലിയൊരു വിഷയം. ആ വിഷയത്തിലേക്കൊക്കെ ശേഷമുള്ള വീഡിയോകളിൽ നമ്മൾ വരും. ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് സുറാത്തുൽ മുസ്തഖീമിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ്റെ ഹൃദയം അള്ളാഹുവിലേക്ക് പരിപൂർണമായി തിരിയുമ്പോൾ അവിടെ അവൻ്റെ സ്മരണകളും ചിന്തകളും ആ ഹൃദയത്തിൽ പിന്നെ അള്ളാഹു അല്ലാത്ത യാതൊന്നും അവശേഷിക്കുന്നില്ല എന്നുള്ളത്. ആ ഒരു അവസ്ഥയെ സംബന്ധിച്ചിട്ടാണ് ഖുർആൻ പറയുന്നത്, കുല്ലുമൻ അലൈഹ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വല്ലിക്റാം. അതിലെല്ലാം നശിച്ചു പോയി, അവിടെ അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രമേ ബാക്കിയുള്ളൂ. നമ്മുടെ ഇബാദത്തുകളിലൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കേണ്ടത് ആരെയാ? അള്ളാഹുവിനെ മാത്രമായിരിക്കണം ലക്ഷ്യം വെക്കേണ്ടത്, അല്ലേ? പിന്നെ അവിടെ നമുക്ക് സ്വർഗവും നരകവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ രഹസ്യങ്ങളും അതൊക്കെ എന്തിനാണ് അങ്ങനെ പഠിപ്പിച്ചത് എന്നൊക്കെ ഉള്ളത് നമുക്ക് ശേഷം സംസാരിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തരം ലക്ഷ്യങ്ങളെല്ലാം ഒഴിവാക്കി അള്ളാഹു മാത്രമായി ഹൃദയത്തിൽ ബാക്കിയാവുക, അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക നമ്മുടെ ഇബാദത്തുകളൊക്കെ. ഇതാണ് സുറാത്തുൽ മുസ്തഖീമിൻ്റെ യഥാർത്ഥ താല്പര്യം എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് നമ്മുടെ സ്മരണകളൊക്കെ അള്ളാഹുവായി മാറുക എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കറിയാവുന്ന ഒരാൾ നല്ല ഒരു കാറിൽ വരുന്ന സമയത്ത് നമ്മൾ ആ കാറിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് ദാ ഇന്ന ആൾ വരുന്നു. ഇപ്പോൾ ഉദാഹരണം ഒരു മന്ത്രിയാണ് വരുന്നത്, അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു നേതാവാണ് വരുന്നത്, അപ്പോൾ നമ്മളിങ്ങനെ വിരൽ ചൂണ്ടിച്ചിട്ട് ആളുടെ പേര്, ഇപ്പോൾ ഉദാഹരണം ഒരു സെയ്ദ്, ദാ സെയ്ദ് വരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ കാറിലേക്കായിരിക്കും. പക്ഷെ ആളെപ്പറ്റി അറിയാത്ത ആൾക്കാർ ചിലപ്പോൾ അടുത്ത് നിന്നിട്ട് അവർ നോക്കുന്നത് ആ വണ്ടിയായിരിക്കും, ആ വണ്ടിയുടെ കമ്പനിയും ആ വണ്ടിയുടെ ക്വാളിറ്റിയും കാര്യങ്ങളും അതൊക്കെ ആയിരിക്കും അവരുടെ മനസ്സിൽ പതിയുക. രണ്ടാളും നോക്കുന്നത് ഒരേ ഭാഗത്തേക്ക് തന്നെ, പക്ഷേ മനസ്സിലാവുന്ന കാര്യങ്ങൾ, അവരുടെ കാഴ്ചപ്പാടുകൾ, ഈ കാഴ്ചപ്പാടുകളിൽ ഒരു ഡിഫറൻറ്റ് വരുന്നില്ലേ എന്ന് പറയുന്നത് പോലെ അള്ളാഹു മാത്രം ഹൃദയത്തിൽ ബാക്കിയാവുമ്പോൾ അവൻ കാണുന്ന കാഴ്ചകളിലെല്ലാം അവന് അള്ളാഹുവിൻ്റെ ഓർമ്മകളാണ് ഉണ്ടാവുക. നമ്മളൊരു പൂവിനെ കാണുമ്പോൾ ആ പൂവിൻ്റെ സൗന്ദര്യത്തെ നമ്മൾ ആസ്വദിക്കുന്നു. എന്നാൽ അള്ളാഹു മാത്രമാകുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ സൗന്ദര്യമാണ് ആസ്വദിക്കുക. ഒരു ശബ്ദം കേൾക്കുമ്പോൾ, മധുരമുള്ള മനോഹരമായ ഒരു ശബ്ദം കേൾക്കുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ ഓർമ്മകളെ ഉണ്ടാവുള്ളൂ. ആ ഹൃദയത്തിൽ പിന്നെ അള്ളാഹു അല്ലാത്ത യാതൊന്നിനും സ്ഥാനമില്ല എന്നുള്ളതാണ്. ഖുർആനിലൂടെ അള്ളാഹു നമ്മളിൽ നിന്ന് താല്പര്യപ്പെടുന്ന ഇബാദത്ത് എന്താ? ഇഖ്ലാസ് ഇല്ലാതെയുള്ള ഇബാദത്തിനെ പറ്റി, ഇഖ്ലാസ് ഇല്ലാത്ത നിസ്കാരം നിസ്കാരമേ അല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണക്കാരാണ്, നമുക്കതിന് ധാരാളം ഇളവുകളുണ്ട് താനും. എന്നാൽ എല്ലാ കാലവും ഈ ഇളവുകളിൽ നിന്ന് പോയാൽ മതിയോ? നമുക്ക് ഇത്രയെല്ലാം ഗുണം ചെയ്തു തരുന്ന അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അള്ളാഹു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താ? ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്. ഒമാ ഉമിറു ഇല്ലാലി അബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഈ പരിപൂർണമായ അർത്ഥത്തിൽ ഇഖ്ലാസ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് സുറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്. അത് നമ്മുടെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി എപ്പോഴും തേടുന്നത്. അതിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഹൃദയത്തിൽ അള്ളാഹു മാത്രം അവശേഷിക്കുമ്പോൾ അപ്പോഴും നമ്മൾ തേടും ഇഹ്ദിന സുറാത്തുൽ മുസ്തഖീം, അവിടെ അർത്ഥം വേറെയാണ്. അപ്പോൾ ഏതായാലും ഹൃദയത്തിൽ അള്ളാഹു അല്ലാതെ യാതൊന്നുമില്ലാത്ത ഒരവസ്ഥയാണ് എന്തെന്ന് പറയുക? സുറാത്തുൽ മുസ്തഖീം എന്ന് പറയുക. അങ്ങനെ ഒരവസ്ഥയിൽ നിസ്കരിച്ചത് കൊണ്ടാണ് അലിയാർ തങ്ങളുടെ കാലിൽ നിന്ന് അമ്പുകൾ ഊരി എറിഞ്ഞപ്പോൾ മഹാനവറുകൾ അതറിയാതെ പോയത്.
അതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ്. അള്ളാഹുവുമായി ഡീപ്പായിട്ടുള്ള ഒരു ബന്ധം നമ്മുടെ ശരീരത്തിലെ വലിയ വലിയ വേദനകളെ പോലും നമുക്ക് അറിയാൻ സാധിക്കാത്ത അത്രയും അള്ളാഹുവിലേക്ക് നമ്മൾ ലയിച്ചു പോകുന്ന അവസ്ഥകൾ ഉണ്ടാകുമെന്ന് അലിയാർ തങ്ങളുടെ ആ ചരിത്രം പഠിപ്പിക്കുന്നു. മക്കം ഫത്ഹ് കഴിഞ്ഞപ്പോൾ അലിയാർ തങ്ങളോട് കഅബ ഷരീഫിനകത്തെ വിഗ്രഹങ്ങളെ എടുത്ത് കളയാൻ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി ഹൃദയമെന്ന് പറയുന്ന കഅബ ഷരീഫിനകത്തുള്ള കായിനാത്തുകളുടെ കോലങ്ങൾ, ആ കോലങ്ങളൊക്കെ വിഗ്രഹങ്ങളാണ്. ഈ വിഗ്രഹങ്ങളെയൊക്കെ എടുത്തു കളയാൻ ഏൽപ്പിക്കപ്പെട്ടവരുണ്ട്. അവരിലൂടെ അല്ലാതെ ഈ ഹൃദയശുദ്ധി ഉണ്ടാവില്ല. ഹൃദയം ശുദ്ധീകരിക്കപ്പെടുമ്പോൾ മാത്രമേ ഈ പറയുന്ന രൂപത്തിലുള്ള ഇഖ്ലാസ് ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ നോക്ക്, ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ തൻ്റെ ഉസ്താദായ വക്കീനോട് പരാതി പറയുന്ന ഒരു കാര്യം, ഷക്കൗത്തു ഇല വക്കീഇൻ സുവ ഹിഫ്ളി വ ഔസാനി ബി തർക്കിൽ മആസി വഖാല ലിൽ നൂറുല്ലാഹി ഹഖ വ നൂറുല്ലാഹി ലാ യുഅതാ ലിആസി. വക്കീനോട് പരാതി പറയാണ്, എനിക്ക് പഠിക്കുന്ന മനഃപ്പാഠമാക്കുന്ന കാര്യങ്ങളൊന്നും ഹൃദയത്തിൽ ഹിഫ്ളായിട്ട് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് പരാതി പറയുമ്പോൾ ബഹുമാനപ്പെട്ട വക്കീ മറ്റേ തൻ്റെ പ്രിയ ശിഷ്യനായ ഷാഫി ഇമാമിനോട് പറയുകയാണ്, ഹൃദയമെന്ന് പറയുന്ന ഈ ഹൃദയത്തിനകത്തേക്ക് അള്ളാഹുവിൻ്റെ മഅരിഫത്തിൻ്റെ ഇൽമ്, യഥാർത്ഥമായ വിജ്ഞാനം, ആ ഇൽമ് അള്ളാഹു നല്ല സംശുദ്ധമായ ഹൃദയങ്ങളിലേക്ക് അള്ളാഹു നൽകുള്ളൂ. ഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ, ഇൽമ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രകാശമാണ്. വ നൂറുല്ലാഹി ലാ യുഅതാ ലിആസി, പാപിയായ മനുഷ്യന്മാരിലേക്ക്, പാപങ്ങൾ നിറഞ്ഞ ഹൃദയങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ ഈ നൂറാനിയത്ത്, ഈ പ്രകാശം പ്രവേശിക്കില്ല എന്നാണ്. പാപങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാം. പാപങ്ങൾ പല രൂപത്തിലുള്ള പാപങ്ങളുണ്ട്. ഇപ്പറഞ്ഞ പാപം ഞാനും ഞാൻ അല്ലാത്തതും എന്നുള്ളത് അത് വലിയ പാപമാണ്. കാരണം എല്ലാ പാപങ്ങളുടെയും അടിസ്ഥാനം എന്താ? ഞാൻ ചെയ്യുന്ന എല്ലാ പാപങ്ങളും ഞാൻ കാരണമായിട്ടുണ്ടാവുന്നതാണ്. അതാണ് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി പറഞ്ഞത്, ഉജൂദുക ദംബുൻ ലാ യുഖാസു ബിഹി ദംബു. ഏറ്റവും വലിയ പാപം ഞാൻ എന്നുള്ള അഹം. ഈ അഹം നിലനിൽക്കുന്നിടത്തോളം കാലം അതിനെ ചുറ്റിപ്പറ്റിയാണ് മറ്റെല്ലാ പാപങ്ങളും ഉണ്ടാവുന്നത്. നമുക്ക് മറ്റൊരാളോട് അസൂയ ഉണ്ടാവുന്നത്, നമുക്ക് അഹങ്കാരം ഉണ്ടാവുന്നത്, ലോകമാന്യം ഉണ്ടാവുന്നത്. ഇതൊക്കെ ഉണ്ടാവാൻ കാരണം എന്താ? ഞാൻ എന്നുള്ള ഒരു അഹം നിലനിൽക്കുന്നു. അഹം എന്താണ് എന്നും സ്വാർത്ഥത എന്താണ് എന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ ശേഷം പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഏതായാലും ചാനൽ ഫോളോ ചെയ്ത് വെച്ചോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ അള്ളാഹു മാത്രമാകുന്ന ഹൃദയത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ ഹൃദയത്തിനെ ശുദ്ധീകരിക്കാനും ഇതിനെ പരിപാലിക്കാനും പറ്റിയ ഒരാൾ, ആ ആത്മാവിനെ അറിയുന്ന ഒരാൾ നമുക്ക് വേണം. അല്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് കിട്ടിയ മരുന്നുകളൊക്കെ എടുത്ത് വാരി വലിച്ച് കഴിക്കുന്ന പോലെ ആവും. അതുകൊണ്ട് അസുഖം മാറുമോ? ചിലപ്പോൾ പുതിയ അസുഖങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അസുഖം അറിഞ്ഞ് ചികിത്സിക്കുന്ന ആളുകൾ, ഒലാ തുസക്കു അംഫുസക്കും, നിങ്ങളുടെ നഫ്സിനെ നിങ്ങൾ സ്വയം എന്ത് ചെയ്യരുത്? ശുദ്ധീകരിക്കരുത്. അതിന് അള്ളാഹു നിയമിച്ച ആളുകളുണ്ട്. അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്ന, ഖുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി. ഞാനും എന്നെ തുടരുന്ന ആൾക്കാരും അവരൊക്കെ നിങ്ങളെ ദീനിലേക്ക്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത് വ്യക്തമായ ഒരു ഉൾക്കാഴ്ചയുടെ മേലിലാണ്. ഉൾക്കാഴ്ച എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ കാഴ്ച. ഹൃദയത്തിനൊരു കണ്ണുണ്ട്. ഈ കണ്ണുകളിലൂടെയാണ് നമുക്ക് അള്ളാഹുവിനെ കാണേണ്ടത്. ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ കാണേണ്ട കണ്ണാണത്. പക്ഷെ ആ കണ്ണുകൊണ്ട് നമുക്ക് കാണുന്നില്ല. അള്ളാഹു എവിടെ? അള്ളാഹു ഫൈനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്, നീ എവിടെ തിരിഞ്ഞാലും അള്ളാഹു ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് കാണാൻ കഴിയുന്നില്ല? വനഹനു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, നിന്റെ കർണനാടിയേക്കാളും ഞാൻ അടുത്തവനാണ് എന്നെല്ലാം അള്ളാഹു പറയുമ്പോഴും സുജൂദിൽ കിടക്കുമ്പോൾ ഒരു അടിമ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുകയാണ്. എന്നിട്ടും എന്തുകൊണ്ട് കാണാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ, ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ കാണാനുള്ള കണ്ണുകൾ, ആ കണ്ണുകൾ ഞാനെന്നും ഞാനല്ലാത്തത് എന്നുമുള്ള കറകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആ കറകൾ നീങ്ങുമ്പോഴാണ് എന്ത് ചെയ്യുക? ആ കണ്ണുകൾക്ക് പ്രകാശമുണ്ടാവുക. അപ്പോഴാണ് ആ ഹൃദയത്തിലേക്ക് അള്ളാഹുവിൻ്റെ നൂറാനിയത്താകുന്ന പ്രകാശം പ്രവേശിക്കുക. ലാ യദ്ഖുലുൽ മലായികത്തു ബൈതൻ ഫീഹി കൽബുൻ ഔ സൂറത്തുൻ. ഒരു ഹൃദയം, ബൈത്ത് എന്ന് പറഞ്ഞാൽ വീട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൃദയം എന്ന് മനസ്സിലാക്കാം. ഹൃദയവും ഒരു വീട് തന്നെയാണ്. ആ ഹൃദയത്തിനകത്തേക്ക് അള്ളാഹുവിൻ്റെ നൂറാനിയത്താകുന്ന, മലക്കുകളാകുന്ന അള്ളാഹുവിൻ്റെ നൂറാനിയത്ത്, ആ പ്രകാശം ഹൃദയത്തിലേക്ക് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തുണ്ടാവാൻ പാടില്ല? ഫീഹി കൽബുൻ ഔ സൂറത്തുൻ. കൽബ് എന്ന് പറഞ്ഞാൽ നായ, അതായത് ഞാൻ എന്നുള്ള അഹം. ആ ഞാൻ എന്നുള്ള അഹവും ഇല്ലാതിരിക്കണം. അതേപോലെ സൂറത്തുകൾ എന്ന് പറയുന്ന മറ്റുള്ളതൊക്കെ ഇല്ലാതിരിക്കണം. അങ്ങനെ എല്ലാം ഇല്ലാതെ ആയാൽ മാത്രമേ അതിനകത്തേക്ക് യഥാർത്ഥമായ വിജ്ഞാനം പ്രവേശിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നിന്ന് ബാക്കിയുള്ളതെല്ലാം നീങ്ങണം. നീങ്ങുമ്പോഴാണ് യഥാർത്ഥമായ മഅരിഫത്ത്
ഹൃദയത്തിന് അകത്തേക്ക് ലഭിക്കുക. ആ മഅരിഫത്തിൻ്റെ വെളിച്ചത്തിൻ്റെ ചില കിരണങ്ങൾ അടിച്ചപ്പോഴാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം തൻ്റെ രാജകൊട്ടാരം വരെ വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്? ഏകാന്തതയിലേക്ക് പ്രവേശിക്കുന്നത്. ആ ഏകാന്തതയിലൂടെയാണ് അള്ളാഹുവിലേക്ക് അവർ സഞ്ചരിച്ചത്. ഓരോ ഔലിയാക്കൾക്കും വ്യത്യസ്തമായ വഴികളുണ്ട്. മഹാനായ റൂമി സഞ്ചരിച്ച ഒരു വഴി വേറെയാണ്. അബു യസീദുൽ ബിസ്താമി, ജുനൈദുൽ ബഗ്ദാദി അവരുടെയൊക്കെ വഴിയൊന്ന് വേറെയാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹമിനെ പോലുള്ളവരുടെ വഴി അതൊന്ന് വേറെയാണ്. അങ്ങനെ പല സൂഫിയാക്കളും പല വഴികളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. ഹൃദയശുദ്ധീകരണത്തിന് ഏറ്റവും ഉത്തമമായ മാതൃക അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും സ്വഹാബത്ത് പകർത്തിയെടുത്തു. സ്വഹാബത്തിൽ നിന്നും താബിഈങ്ങളും തബഉ താബിഈങ്ങളും അങ്ങനെ മശായിഖന്മാരിലൂടെ ഇമാം മഹദി വരെ അതങ്ങനെ തുടർന്നു പോകുന്നതാണ്. അതൊരിക്കലും നിലച്ചു പോവില്ല. പിന്നെ നമുക്കെപ്പോഴും ചുറ്റുഭാഗത്തേക്ക് എപ്പോൾ നോക്കിയാലും കാണുന്നത് ചീത്ത ആൾക്കാരെ, അല്ലെങ്കിൽ കള്ളന്മാരെ, അല്ലെങ്കിൽ ഈ ആത്മീയതയുടെ പേരിൽ തട്ടിപ്പ് നടത്തുന്നവരെ, അല്ലെങ്കിൽ കള്ളശേഖന്മാരെ, കള്ളമുരീതന്മാരെ, ഇത് മാത്രമാണ് നമുക്ക് കാണുന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ അത്രയും കള്ളത്തരം ഉള്ളത് കൊണ്ടാണെന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ഹൃദയമെന്ന് പറയുന്ന പ്രപഞ്ചത്തിൻ്റെ കണ്ണാടിയാണ്. ആ കണ്ണാടിയിൽ പതിയുന്നതൊക്കെ കള്ളന്മാരും ചതിയന്മാരും വഞ്ചകന്മാരും ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്. ഇതിനെ ശുദ്ധീകരിച്ചിട്ട് നോക്കുക, അപ്പോൾ യഥാർത്ഥ ശൈഖന്മാരെ കാണും. നമ്മുടെ കൂടെ തൊട്ടടുത്തുണ്ടെങ്കിൽ പോലും നമുക്ക് യഥാർത്ഥ ആൾക്കാരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അവരെ കാണുന്നില്ല എന്നതല്ല പ്രശ്നം, കണ്ടാൽ പോലും ഇത് അവരാണ് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയണ്ടേ? ആ തിരിച്ചറിയാൻ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് കൂടെ ഉണ്ടെങ്കിലും അതിൻ്റെ സൗരഭ്യം നമുക്ക് ആസ്വദിക്കാൻ കഴിയണം. അത് കഴിയണമെന്നുണ്ടെങ്കിൽ സത്യസന്ധമായ ഒരു ഖൽബ് വേണം. ഇതിനകത്തുള്ള തേട്ടം, അള്ളാഹുവിലേക്കുള്ള ആഗ്രഹം, അത് സത്യസന്ധമാകുമ്പോൾ മാത്രമേ കൂടെ ഉള്ളതും അപ്പുറത്തുള്ളതും ഇപ്പുറത്തുള്ളതും ഒക്കെ അതിൻ്റെ ഒറിജിനാലിറ്റി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കാലാകാലം മഹദിമാമ് വന്നാൽ പോലും ഇങ്ങനെ കുറേ കള്ളന്മാർ നേരത്തെ വന്നിട്ടുണ്ട്, അതിൽപ്പെട്ടൊരു കള്ളനാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മൾ പോവും. അപ്പോൾ അങ്ങനെ ആവാൻ പാടില്ല. നമ്മുടെ ഹൃദയം എപ്പോഴും അള്ളാഹുവിലേക്ക് സത്യസന്ധമായി മുന്നിടണം. സത്യസന്ധത ഇപ്പം ഉണ്ടാവില്ല, ഞാൻ പറഞ്ഞല്ലോ, അതിന് തടസ്സമായി നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ശേഷം വിശദീകരിക്കുന്നുണ്ട് ഇൻഷാ അള്ളാഹ്. അതിലേറ്റവും വലിയ ഒരു മാരകമായ സാധനമാണ് ഈ പറഞ്ഞ അഹം, ഞാൻ എന്ന് പറയുന്ന സംഭവം. ഞാൻ ഉള്ളത് കൊണ്ടാണ് എന്നിൽ സ്വാർത്ഥതയും മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതിൻ്റെ പേരിലാണല്ലോ നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക്. നമ്മുടെ എല്ലാ സ്നേഹവും, എല്ലാ ബന്ധങ്ങളും, നമ്മുടെ ഇബാദത്തുകളും എല്ലാത്തിലും ഈ പറയുന്ന സ്വാർത്ഥത കാണും. ഇൻഷാ അള്ളാഹ് അതിനെ സംബന്ധിച്ചിട്ടൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.